അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി നമുക്ക് സൂറത്തുൽ അൻഫാലിന്റെ രണ്ടാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. കദ്ബി ആലി ഫിർഔന, ഫിർഔന്റെ ആളുകളോടുള്ള നടപടിക്രമം പോലെ, സമ്പ്രദായം പോലെ തന്നെയാണ്. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെയും. കഫറു ബി ആയാത്തില്ല, അവരൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. ഫ അഖദഹുമുല്ലാഹു, എന്നിട്ട് അള്ളാഹു അവരെ പിടികൂടി. ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കാരണം, കുറ്റങ്ങൾ കൊണ്ട്. ഇന്നല്ലാഹ ഖവിയ്യും, തീർച്ചയായും അള്ളാഹു ശക്തനാണ്. ഷദീദുൽ ഇഖാബ്, ശിക്ഷയുടെ കാര്യത്തിൽ കാഠിന്യമുള്ളവരുമാണ്, അതായത് കഠിനമായി ശിക്ഷിക്കുന്നവരുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. കദ്ബി ആലി ഫിർഔന, ദഅബ് എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കം, സമ്പ്രദായം, നടപടിക്രമം എന്നൊക്കെയാണ് ദഅബ്. അപ്പോൾ ദഅബ് ഫിർഔന്റെ ആളുകൾ, ആല് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു, ഫിർഔനിൻ്റെ ആളുകൾ. ഫിർഔനിൻ്റെ ആളുകളോടുള്ള നടപടിക്രമം പോലെ തന്നെയാണ് ഇതും. ഏത്? ബദർ യുദ്ധത്തിൽ ഖുറൈശികൾക്കേറ്റ അതികഠിനമായ പരാജയം. കദ്ബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടേത് പോലെയും. കഫറു ബി ആയാത്തില്ലാഹി, അവരൊക്കെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അള്ളാഹു അവരുടെ കുറ്റങ്ങൾ കൊണ്ട് അവരെ പിടികൂടി. ഇന്നല്ലാഹ ഖവിയ്യുൻ, തീർച്ചയായും അള്ളാഹു ഖവിയ്യ, ശക്തനാണ്. ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ഇപ്പോൾ ഖുറൈശികൾക്കുള്ള ശിക്ഷയാണ് ബദർ യുദ്ധത്തിലുണ്ടായ പരാജയം. അത് അവർക്കുള്ള ഒരു പാഠമാണ്. ഒന്നാമത്തെ പാഠം നമ്മൾ പറയില്ല, പാഠം 1 ബദർ ഖുറൈശികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ തുടർന്നുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഉഹദ് ഒഴിച്ച്, ഉഹദിലുള്ള പരാജയ കാരണം നമ്മൾ ആലിമ്രാൻ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. അനുസരണക്കേട് കാട്ടിയതാണ്. നേതൃത്വത്തോടുള്ള അനുസരണക്കേട്, അച്ചടക്ക ലംഘനം ഒക്കെ പരാജയത്തിന് കാരണമാകും. അത് എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൽ പ്രത്യേകിച്ചും അള്ളാഹുവിനോടും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ധിക്കാരം കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക. സമുദായത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ സൈന്യത്തലവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ നിരുപാധികം അനുസരിക്കേണ്ടതുണ്ട്. യുദ്ധകാര്യത്തിൽ പറയേണ്ടതുമില്ല. അനുസരണക്കേട്, ഉഹദ് യുദ്ധത്തിൽ കാവൽ നിൽക്കാൻ പറഞ്ഞ 50 പേരിൽ പലരും അനുസരണക്കേട് കാണിച്ച് സമ്പത്തിനോട് കുറച്ച് കൊതി പൂണ്ടപ്പോൾ അല്ലാഹു തആല അവരെ കൂടി ശിക്ഷിച്ചു. അതാണ് ഉഹദിൽ മുസ്ലിമീങ്ങൾ ശിക്ഷിച്ചു പറഞ്ഞാൽ ഒരു പാഠം നൽകി. അതാണ് അവർക്ക് ഉഹദിൽ സംഭവിച്ചത്. ബാക്കി എല്ലാ യുദ്ധങ്ങളിലും അറബികൾ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞത്. എന്നാലും അല്ലാഹു തആല അവരെ ബനൂ ഇസ്രായേലിനെ നശിപ്പിച്ചതുപോലെ ഒന്നായിട്ട് നശിപ്പിച്ചിട്ടില്ല. അവരുടെ ഓരോ നേതാക്കന്മാരെ പല സന്ദർഭങ്ങളിലായി അള്ളാഹു പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവർക്ക് പിന്നെയും അള്ളാഹു അവസരം കൊടുത്തു. അവസാനം അവർ മക്ക വിജയത്തോട് കൂടിയിട്ട് ഒട്ടുമിക്ക ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഇവർക്ക് ബദറിൽ സംഭവിച്ചിരിക്കുന്ന ഒന്നാമത്തെ പാഠം കദ്ബി ആലി ഫിർഔന, ഫിർഔനിൻ്റെ ആളുകൾക്ക് സംഭവിച്ചതുപോലെ. അല്ലാഹു തആല ഒരാളെയും പെട്ടെന്ന്
ദൈവദൂതനെ നിയോഗിക്കുക, അദ്ദേഹം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുക, പിറ്റേന്ന് വരെ പിടികൂടി ശിക്ഷിക്കുക, അങ്ങനെയൊന്നും അള്ളാഹ് ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനിൻ്റെ രാജ്യത്ത് ഈജിപ്തിൽ എത്ര കൊല്ലം? 30 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. 30 കൊല്ലം മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലുണ്ടായിരുന്നു, ഇസ്ലാമിക പ്രബോധകനായിട്ട്, ദീനീ പ്രചാരകനായിട്ട്. എന്നിട്ട് അവരിൽ കാര്യമായ ഒരു ചലനമൊന്നും, ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ട്, ബനി ഇസ്രായേല്യർ തന്നെ മുഴുവനായി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവരിൽ വിശ്വാസികളും അർദ്ധവിശ്വാസികളും കപടന്മാരടക്കം. അതുകൊണ്ടാണല്ലോ പശുക്കുട്ടിയൊക്കെ ഉണ്ടാക്കിയത് പിൽക്കാലത്ത് അവർ. അപ്പോൾ എന്നിട്ടും അല്ലാഹു തആല അവർക്ക് അവസരം കൊടുത്തു. ഇവിടെ ഖുറൈശികൾക്കും അല്ലാഹു തആല ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുറ്റത്തിൻ്റെ ഫലമായി അല്ലാഹു തആല അവരെ പിടികൂടുകയല്ല ചെയ്തിട്ടുള്ളത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സൂറത്ത് അൻആമിൽ പഠിച്ചിട്ടുള്ള ചില വചനങ്ങളും സൂറത്ത് അൻആമിലെ 42-ാമത്തെ ആയത്തിലും 94-ാമത്തെ ആയത്തിലും അല്ലാഹു തആല അവരെ പിടികൂടുന്ന ചില ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവരെ പലതരത്തിലുള്ള പ്രയാസങ്ങളാൽ, പരീക്ഷണങ്ങളാൽ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായ രോഗങ്ങളാലും അവശതകളാലും പലപ്പോഴും അവരെ ശിക്ഷിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് അവരെ അല്ലാഹു തആല മുച്ചൂട് നശിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂറത്ത് അൻആം നമുക്കൊന്ന് നോക്കാം. അൻആമിലെ 42-ാമത്തെ ആയത്ത്, അറാഫിൻ്റെ തൊട്ട് കഴിഞ്ഞ സൂറയുടെ തൊട്ട് മുമ്പ്. വലഖദ് അർസൽന ഇലാ ഉമമിൻ, ഉമ്മത്തുകളിലേക്ക്, സമുദായം. അത് 132-ാമത്തെ പേജിൽ. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട്, ഇലാ ഉമമിൻ, പല സമുദായങ്ങളിലേക്കും, മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ്, ഫഅഖദ്നാഹും, നാം അവരെ പിടികൂടിയിട്ടുമുണ്ട്, ബിൽ ബഅ്സാഇ, വിപത്തുകളെ കൊണ്ട്, വല്ലറാഇ, കഷ്ടപ്പാടുകളെ കൊണ്ട്. രണ്ടും പര്യായമായിട്ട് ഉപയോഗിക്കും. ഒന്ന് വിപത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, ലറാ എന്ന് പറഞ്ഞാൽ ശരീരത്തിനേൽക്കുന്ന പ്രയാസങ്ങൾ, രോഗം പോലെയുള്ളത്. ലഅല്ലഹും യതളറഊൻ, എന്തിനാണ് അള്ളാഹു അവരെ പിടികൂടിയത്? അവർ വിനയപ്പെടാൻ വേണ്ടി, അവർ വിനയമുള്ളവരായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി എന്നാണ് സൂറത്ത് അൻആമിലെ 42-ാമത്തെ ആയത്തിൽ. ഇനി സൂറത്തു അഅറാഫിലെ 94-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു പോയതും കൂടി ഇതിനോട് സാമ്യമുള്ളതാണ്. അവിടെ അല്ലാഹു തആല 162-ാമത്തെ ആയത്തിൽ, സുമ്മ ബദ്ദൽനാ വമാ അർസൽനാ മിൻ ഖറിയത്തിൻ, ഒരു നാട്ടിലേക്കും നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല, മിൻ നബിയിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹ, അവിടത്തുകാരെ നാം പിടികൂടിയിട്ടല്ലാതെ, ബിൽ ബഅ്സാഇ, വിപത്തുകളെ കൊണ്ടും, വല്ലറാഇ, കഷ്ടപ്പാടുകളെ കൊണ്ടും, വിപത്തും കഷ്ടപ്പാടും. ലഅല്ലഹും യല്ലറഊൻ, അൻഫാലിൽ അൻആം 42-ൽ പറഞ്ഞ അതേ പദങ്ങൾ തന്നെയാണ്. ലഅല്ലഹും യല്ലറഊൻ, അവർ വിനയമുള്ളവരാകുന്നതിന് വേണ്ടി. എന്താ ഈ വിനയമുള്ളവരാകുക പറഞ്ഞാൽ? അള്ളാഹുവാണ് തങ്ങളുടെ സൃഷ്ടാവെന്ന് അംഗീകരിക്കുക, അവനാണ് ഏക മഅബൂദ്, ഏക ആരാധ്യൻ അംഗീകരിക്കുക, എന്നിട്ട് ഞങ്ങൾ അടിമകളാണ് അവൻ്റെ എന്ന് ഉൾക്കൊള്ളുക. അതാണ് വിനയപ്പെടുക എന്ന് പറഞ്ഞത്. അതിനവർ സന്നദ്ധരാകാതിരുന്നപ്പോൾ നാം അവരെ പലതരത്തിൽ പിടികൂടി ശിക്ഷിച്ചിട്ടുണ്ട്. അതിൽ ദുരിതമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അഥവാ വിപത്തും കഷ്ടപ്പാടുകളും, ബഹ്സാവും ലറാവും ഒക്കെ ഉണ്ട്. ഇവിടെ അല്ലാഹു തആല അവരോട് പറയുന്നത് കദബി, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക 52-ാമത്തെ ആയത്ത് അംഫാലിൽ, കദബി ആലി ഫിർഔന, ഫിർഔനിൻ്റെ ആൾക്കാർക്കുണ്ടായതുപോലെയുള്ള നടപടിക്രമമാണ് നിങ്ങൾക്കും ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഖുറൈശികളെ. അതാണിപ്പോൾ ബദറിൽ നിങ്ങൾക്കുണ്ടായ പരാജയം. വല്ലദീന മിൻ ഖബലിഹി, മുമ്പുള്ള ജനസമുദായത്തിനുണ്ടായിട്ടുണ്ട്, ജനസമൂഹത്തിനുണ്ടായിട്ടുണ്ട്, നൂഹ് നബിയുടെ ജനതയ്ക്കുണ്ടായിട്ടുണ്ട്, ശുഐബ് നബിയുടെ ജനതയ്ക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ ജനതകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ടത് ഒക്കെയാണ്. വല്ലദീന മിൻ ഖബലിഹിം കഫറു ബി ആയാത്തിൽ, അവരൊക്കെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഒക്കെ നിഷേധിച്ചു. അത് മുഅ്ജിസത്തിനെ നിഷേധിച്ചവർ അതിലുണ്ട്, മുഅ്ജിസത്തിനെ നിഷേധിച്ചവരുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത കൈപ്പെട്ടവരാണ്, സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത.
ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശികളും അങ്ങനെ തന്നെ അദ്ദേഹത്തിൽ നിന്നുള്ള ഒരുപാട് മുഅ്ജിസത്തുകൾ അവർ കാണുന്നുണ്ട്. എന്നിട്ടും അതാണ് കഫറൂബിയായ ഖുർആനുണ്ട്, അവർ ഓതി കേൾപ്പിക്കുന്ന വേദവചനങ്ങളും അതൊക്കെയാണ് കഫറൂബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അപ്പോൾ അല്ലാഹു തആല അവരുടെ കുറ്റങ്ങളുടെ ഫലമായിട്ട് അവരെ പിടികൂടി. ഇന്നല്ലാഹ ഖവിയ്യുൻ, തീർച്ചയായും അല്ലാഹു ഖവിയ്യാണ്. ആളുകൾ എത്ര ശക്തരാണ്, എത്ര സൗകര്യമുള്ളവരാണ്, എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും അള്ളാഹു അവരെ പിടികൂടാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമാണ്, അവൻ അതിശക്തനാണ്. ഇന്നല്ലാഹ ഖവിയ്യുൻ, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഖവിയ്യ്, ശക്തൻ. ഷദീദുൽ ഇഖാബ്, ഷദീദ് പറഞ്ഞാൽ കടുത്തത് എന്നൊക്കെ അതിനർത്ഥം ഉണ്ടല്ലോ, വലുത്, കടുത്തത്, ശക്തമായത് എന്നൊക്കെ. ഇഖാബ് ആഖിബത്ത് എന്ന പര്യവസാനം. ഇഖാബ് എന്ന ഒരു നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുറ്റത്തിൻ്റെ പര്യവസാനമായി വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇഖാബ്, ശിക്ഷ. അവർ കഠിനമായി ശിക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശിക്ഷയിൽ കാഠിന്യമുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അവൻ പരീക്ഷിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും എല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. കഠിനമായ ശിക്ഷയിൽ നിന്ന് നാഥ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ രക്ഷിതാവേ. ഞങ്ങളെല്ലാവരെയും ഈമാനോടെയും ഇസ്ലാമോടെയും ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ രേഖപ്പെടുത്തുമാറാകണം. ഞങ്ങളുടെ കുട്ടികൾക്കും ഹിദായത്ത് നൽകണേ നാഥ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.